ഹലോ, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ലൈഫ് അൺഎഡിറ്റഡ്. ഞാൻ ഇങ്ങനത്തെ വ്ളോഗൊക്കെ ചെയ്തിട്ട് ആക്ച്വലി കുറേ നാളായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചിരുന്നൊരു ഒരു സ്പെഷ്യൽ പരിപാടി കേട്ടോ. ഇന്ന് എൻ്റെ 2 സുഹൃത്തുക്കളും കൂടിയിട്ട് എനിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് മേടിച്ചു തരാൻ പോവാ. അല്ലേ, അതിനല്ലേ കൊണ്ടുപോകുന്നേ? അപ്പം ഞങ്ങൾക്കിപ്പോൾ ഈയിടെയായിട്ട് അങ്ങനെ ഒരു ആചാരമുണ്ട്. ഇപ്പോൾ ആരുടെ ബർത്ത്ഡേ വന്നു കഴിഞ്ഞാലും നമ്മളായിട്ട് എന്തെങ്കിലും മേടിച്ച് കൊടുക്കുന്നതിന് പകരം അവരെയും കൂടെ കൂട്ടിയിട്ട് പോയിട്ട് അവർക്ക് ഇഷ്ടമുള്ളത് മേടിച്ച് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ 2023 തൊട്ടുള്ള പരിപാടി. ഇവരുടെ 2 പേരുടെ ബർത്ത്ഡേ കഴിഞ്ഞു. അപ്പൊ ഇനി അടുത്തത് ഞാനാണ്. ഒരുത്തിയുണ്ട്, അവളെ വിളിക്കാൻ വേണ്ടിയിട്ട് നമ്മള് അവളുടെ മടയിലേക്ക് പോവുകയാണ്. ആളെ വിളിക്കാൻ വന്നപ്പോ അതേ മോളിൽ ഒരാൾ നിൽക്കുന്ന കണ്ടോ? എന്റെ മൂത്ത സന്തതിയാണ് നിൽക്കുന്നത്. അപ്പൊ ഞങ്ങളുടെ കൂട്ടുകാരിയെ വിളിക്കാൻ പോവാ. കൂട്ടുകാരി ആള് നല്ലൊരു ബേക്കറായിരുന്നു. അപ്പൊ പുള്ളിക്കാരി പെട്ടെന്ന് ഒന്ന് ഓൺട്രപ്രണർ ആവാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ സ്വന്തമായിട്ട് ഒരു കഫേ ആൻഡ് കേക്ക് ഷോപ്പ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇതിന് ഇനാഗുറേഷൻ ഒക്കെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം കാര്യമായിട്ട് സെലിബ്രേറ്റ് ചെയ്താണ്. നീ എന്താ ഇവിടെ? ഇവിടെ സെയിൽസിനൊക്കെ നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നണം. ഇപ്പൊ സ്ഥിരമായിട്ട് ഇപ്പൊ ഇവിടെ തന്നെയാണ്. സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ നേരെ ഇങ്ങോട്ടാണ് വരുന്നത്. ഹലോ, ഇത് നമ്മുടെ മറ്റൊരു ചങ്ങാതി നിഷ. ഇത് നിഷയുടെ മോളെ എമിയും പത്മയും നമ്മുടെ കുഞ്ഞു പെണ്ണും കൂടെ കൂടിയിട്ടാണ് ഷോപ്പ് ഇനാഗുറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതാണ് ഞങ്ങളുടെ ബിസിനസ് മുതലാളിക്ക് സുഖാണോ? ഇത് മുതലാളിയുടെ ഭർത്താവ് കണിമംഗലം കോവിലകത്തെ ജഗന്നാഥൻ തമ്പ്രേണിക്ക് പോടാ. ഓക്കെ, കേക്ക്സ് ഒക്കെ ഞാൻ ചുമ്മാ കാണിച്ചു തരട്ടെ. നമുക്ക് വിശദമായിട്ട് ഞങ്ങൾ ഒരു വ്ളോഗ് ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് വരുന്നുണ്ട്, ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിട്ട്. പത്മയ്ക്ക് അറിയാം അവിടെ എന്തൊക്കെയുണ്ട്, എങ്ങനെയൊക്കെയാണ്. ആണോ? നിനക്ക് ഇവിടുത്തെ എല്ലാം അറിയാലോ. ഞങ്ങള് ഷോപ്പിങ്ങിന് പോവാ, അമ്മയുടെ ബർത്ത്ഡേ ഷോപ്പിംഗ്. സന്ധ്യാന്റിയും സൗമ്യാന്റിയും അമ്മയും കൂടെ. ഇത് ഓക്കെ? ഞങ്ങള് ഷോപ്പിങ്ങിന് ഇറങ്ങിയപ്പം മാരത്തനെ കൊണ്ട് ഞങ്ങൾ ഡ്രൈവ് ചെയ്യിപ്പിച്ചതാണ്. എന്നാ പിന്നെ എനിക്ക് സ്വസ്ഥമായിട്ട് വീഡിയോ എടുക്കാമല്ലോ. പക്ഷെ ഞങ്ങൾ കുറെ ദിവസമായിരുന്നു ആക്ച്വലി കണ്ടിട്ട്. അപ്പൊ ഞങ്ങൾ വർത്താനം പറഞ്ഞ് അപ്പൊ വർത്താനം പറഞ്ഞത് റെക്കോർഡ് ചെയ്താലോ എന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ വർത്താനം പറഞ്ഞത് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ കേരളം ഒന്നാകെ വൈറലാവും. അതുകൊണ്ട് റെക്കോർഡ് ചെയ്തില്ല. പുള്ളി ഗേൾസ് ടോക്ക് അല്ലേ? അയ്യോ, എന്ത് ഡീസന്റ് ആയിട്ട് ഇരിക്കുന്നു. അതെന്താന്നറിയില്ല, ക്യാമറ വന്നു കഴിയുമ്പോ ഭയങ്കര ഡീസന്റ് ഓണാവും. ഓക്കെ, അപ്പൊ നിങ്ങൾ എനിക്ക് എന്താ മേടിച്ചാൽ പോകുന്നേ? ശരിയാക്കി തരാം. നീ വാ, നീ ഇറങ്ങി വരും. ബാക്കിയുള്ളത് നമുക്ക് അവിടെ വെച്ച് പാക്കലോ. അങ്ങനെ ഞങ്ങൾ ഷോപ്പിംഗ് ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ തന്നെ പേ ചെയ്യേണ്ടിവരുന്നു. പിന്നെ ഞാൻ ഗൂഗിൾ പേ ചെയ്ത് കൊടുത്താൽ മതി അല്ലേ? ആവശ്യമില്ല. ശരി, ഞാൻ നിങ്ങൾ രണ്ടുപേരും കൂടെ പണയം വെച്ചിട്ട് പോകും. അതേ സ്പീഡിൽ തിരിച്ചു വന്നു. അതെ, കാശ് എടുത്ത് വീശ്.
ആകെപ്പാടുള്ളൊരു ഫ്രണ്ടിന്റെ ബർത്ത്ഡേ അല്ലേ? അത് ചേട്ടാ ഇവിടെ പറ്റുമോ? അങ്ങനെയല്ല, സൗമ്യക്ക് ഇനിയിപ്പം ഇത് തരണം, ഇനിയിപ്പോ കേക്ക് അവളുടെ ഒക്കെ ഫ്രീ ആയിട്ട് തരണം, കേക്ക് ഷോപ്പ് ഉള്ളത് കൊണ്ട് അതെ, ഡ്രസ്സ് മേടിച്ചു തരണം. ഇനി എന്തള്ള നമ്മൾ ട്രിപ്പ് പോകുന്നില്ലേ? പിന്നെ സ്പോൺസർ ചെയ്യണം, 48 ഇയറിന്. പോടി, നിങ്ങൾ എന്നെ കഴിഞ്ഞ 2-3 വയസ്സ് മൂത്തായോണ്ട് പിന്നെ കുഴപ്പമില്ല. അങ്ങനെ പറഞ്ഞ് വെറുതെ ഓരോന്ന് ആഡ് ചെയ്തോ നീ. എന്റെ സ്നേഹമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ, സ്നേഹമുള്ള കൂട്ടുകാരാ, കാശുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ഈ പുറത്തേക്ക് ഇറങ്ങിയിട്ട് പിരിവെടുക്കാം. ഷോപ്പിംഗ് കഴിഞ്ഞ് തിരിച്ചിറങ്ങിയിരിക്കുന്ന സുഹൃത്തുക്കളെ വെസ്റ്റേൺ ലേഡിയിൽ വന്നിട്ടാണ് നമ്മൾ ഷോപ്പ് ചെയ്ത് പ്രൊമോഷൻ വീഡിയോ